Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1-ലെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. മിസ്റ്റർ ഡെങ്സക്, ശരിക്കും നമ്മൾ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് എങ്ങനെ തീർക്കാമായിരുന്നല്ലോ. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീസ്റ്റ് അവിടെ നിന്നും എഴുന്നേക്കും. പിന്നെ നമുക്ക് ആ മണ ക്രിസ്റ്റൽസ് കിട്ടില്ല. അവർക്ക് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സി റാങ്ക് ബോസ് ആണ്. ആ സ്പൈഡർ അവരെ വിഴുങ്ങിയതിന് ശേഷം ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പോയി ആ മണ ക്രിസ്റ്റൽസ് അവിടെ നിന്ന് എടുക്കാം. ഓ, അപ്പൊ നമുക്ക് വീണ്ടും അവിടെ വെളിച്ചം കൊണ്ടുപോകേണ്ടി വരുമല്ലേ? അങ്ങനെ ചെയ്താലും ആ സ്പൈഡർ എഴുന്നേക്കും. ആ ഡഞ്ചന്റെ മുകളിലായിട്ട് ഒരുപാടധികം ടണൽസ് ഉണ്ടായിരുന്നു. അതുവഴി വേണം നമുക്ക് താഴോട്ട് ഇറങ്ങാൻ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് ശരിക്കും നല്ലൊരു പ്ലാൻ ആണ്. പക്ഷെ അത് ഉറങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയങ്ങ് ഉറപ്പില്ല എന്ന് മറ്റൊരു ഹണ്ടർ പറയുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കതിനെ നേരിടേണ്ടി വരും. ആ യൂജിൻഹു അവനൊരു ചെറിയ പയ്യനാണെങ്കിലും അവന്റെ കയ്യിലുള്ള ഗിയേഴ്സ് അത് വളരെ വിലപിടിപ്പുള്ളതാണ്. മണ ക്രിസ്റ്റൽസ് മുഴുവനായിട്ടും അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഗിയേഴ്സ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും. നമ്മൾ അവിടെ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ജീവി ഇനി നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? യുവാൻ, നിന്നെ കൊണ്ട് തനിയെ ആ ജീവിയെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതാ ഞാൻ പറഞ്ഞേ, ഞാനുണ്ട് നിന്റെ കൂടെ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ നമുക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റും. ആ ചെറിയ 2 പയ്യന്മാരെ കൊണ്ട് അതിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് ഡെങ്സക്. പിന്നീട് നമ്മൾ കാണുന്നത് സങ്ങിനെയും യൂജിനെയും ആണ്. ജിൻഹു, വെറുതെ ആവേശം കാണിക്കല്ലേ. അതൊരു സി റാങ്ക് ബോസ് ആണ്. അതിനെ തോൽപ്പിക്കണമെങ്കിൽ നീ ഒരു ബി റാങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അപ്പർ സി എങ്കിലും ആയിരിക്കണം. ഇപ്പൊ എടുത്തു ചാടുന്നതിന് മുൻപ് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക എന്ന് യൂജി വിളിച്ചു പറയുന്നു. യൂജി പറഞ്ഞതും ശരിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ലെവലപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ വീക്കാണ്. എനിക്ക് തോന്നുന്നു ആ ബ്ലൂ വെനൻ ഡഞ്ചൻ ഒരു ഡി റാങ്ക് ഡഞ്ചൻ ആയിരുന്നുവെന്ന്. സോ ഒരു ഡി റാങ്ക് ബോസിനെ ഞാൻ ഇല്ലാതാക്കി. അതുപോലെ ആ ഗോഡ്സില ബോസ് അതും ഡി റാങ്കോ അതിൽ താഴെയോ ആയിരിക്കും. ആ 2 ബോസിനേക്കാൾ വളരെ പവർഫുൾ ആണ് ഈ സ്പൈഡർ ബോസ് എന്ന് തോന്നുന്നു. സത്യം പറയുവാണെങ്കിൽ എനിക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ഒരു സി റാങ്ക് ബോസിനെ ഇല്ലാതാക്കാനുള്ള പവർ എനിക്ക് ഉണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ ജിനു അവന്റെ സോഡ് ഉപയോഗിച്ച് അതിന് നേരെ ഓടുവാണ്. ഞാനിപ്പോ അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവാ. ഓരോടിക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. സോ കൺചിമ്മി തുറക്കുന്നതിനുള്ളിൽ അതിനെ വലിയ രീതിയിൽ പരിക്കേൽപ്പിച്ച ജിൻഹുവിനെ കണ്ട് യൂജി അന്തം വിട്ടു നിൽക്കുന്നു. ഒരു കാരണം കൊണ്ടാണ് നമ്മളെ എല്ലാവരും ഹണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ ഹണ്ടിങ് ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹണ്ടേഴ്സ് അസോസിയേഷൻ ചെയർമാനായിട്ടുള്ള ഗോനയാണ്. ഈ ഗവൺമെന്റും മീഡിയയും ഓർഗനൈസേഷനും ഒക്കെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു വിധമാക്കാൻ പോവാണെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ കൂടുതലൊന്നും ഞാൻ അവരോടൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്കെഡ്യൂൾ ഇപ്പൊ വളരെയധികം ക്ലിയർ ആണ്. ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇത് നിങ്ങൾക്ക് വളരെ നല്ല മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ കരുത്തൊക്കെ ഇല്ലാതായെന്നാ പറയുന്നത്. എന്ന ഒരു പയ്യൻ ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ നല്ല രീതിക്ക് ആ സ്പൈഡറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ജിൻഹുനെയാണ്. അതിന്റെ എക്സോസ്കെലട്ടൻ വളരെയധികം ഹാർഡാണ്. അത് വളരെയധികം പ്രഷറിൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താ ഞാൻ തീർന്നു പോവും. എന്നാ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാതെ വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ് യൂജി. ഇത് കാണുമ്പോ അവനൊരു ഈ റാങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ റാങ്കിങ്ങിനെ പറ്റി അവൻ എന്നോട് കള്ളം പറഞ്ഞതാണോ? ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ചെറിയ റാങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന അപൂർവ വ്യക്തികൾക്ക് അവരുടെ മാജിക് പവർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വ്യാജ റാങ്കർമാർ എന്നറിയപ്പെടുന്ന ഹണ്ടേഴ്സ് അതിൽ ഭൂരിഭാഗവും തമാശയ്ക്ക് വേണ്ടി ആളുകളെ കൊല്ലുന്ന ഭ്രാന്തന്മാരാണെന്നാ പറയുന്നേ. അയ്യാ, അതൊക്കെ പോട്ടെ, ഇനി ഞാൻ എന്ത് ചെയ്യും അച്ഛാ എന്ന് പറഞ്ഞ് വാ പൊളിച്ചിരിക്കുവാണ് യൂജി. ഓച്ചേ, എന്റെ അറ്റാക്കൊന്നും അതിനൊരു പോറൽ പോലും സംഭവിപ്പിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാൻ ഒരുപാട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ എന്റെ വേഗത കുറയും. അതിനു മുൻപ് എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കിയേ പറ്റൂ. പക്ഷാതാപവും ചോർച്ചയും ഈ സോഡും പ്രത്യേക കഴിവുകളുമായിരിക്കും പ്രാധാന്യം. ഇപ്പൊ അതിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ജിൻഹു അതിന്റെ അടുത്തോട്ട് ഓടുന്നു. പെട്ടെന്നാണ് അത് ആസിഡ് തുപ്പുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജിൻഹു, എന്ത് ആസിഡോ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റോക്ക് സോളിഡ് ആർമർ, പിന്നെ ആസിഡ് സ്പിറ്റ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശക്തി കൂടാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുത്തേ പറ്റൂ. അതിനെ ഇല്ലാതാക്കണം. പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അവനൊരു പുതിയ സ്കിൽ കിട്ടിയിരിക്കുന്നു, ഡാഷ്. അതുപയോഗിച്ച് വളരെ വേഗത്തിൽ അവൻ മുന്നോട്ട് പോയി അതിനെ ഒറ്റ കുത്തങ്ങ് കുത്തുന്നു. എന്നാൽ ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയ ജിൻഹു, എന്തൊക്കെ സംഭവിച്ചാലും ശരി അതിനെ ഇല്ലാതാക്കുന്നത് വരെ ഒരിക്കലും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് അതിന് നേരെ തന്നെ പോകുന്നു.
അവന്റെ സ്പീഡ് കണ്ട് യൂജി അവനെ തന്നെ നോക്കുന്നു. ജിനൂപ്പ് അതിനെ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 70% കൂടുതൽ അവൻ ക്ഷീണിച്ചു കഴിഞ്ഞു. സോ ഒറ്റയടിക്ക് ആ സ്പൈഡർ അവനെ താഴെ ഇടുന്നു. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ താഴെ കിടക്കുന്ന ജിനുവിനെ ആ മോൺസ്റ്റർ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫുൾ റിക്കവറിയെ പറ്റി അവൻ ഓർമ്മ വരുന്നു. പെട്ടെന്ന് തന്നെ അവൻ റിക്കവറായി അതിന്റെ ഒരു കണ്ണിലിട്ട് അങ്ങ് കുത്തുന്നു. കുത്തി 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 കൊന്ന്. സോ അതിനെ ഇല്ലാതാക്കിയ ഉടനെ തന്നെ ലെവലപ്പ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നു. ആ ഡെയിലി ഗുഡ്സ് കംപ്ലീറ്റ് ആക്കിയത് കൊണ്ട് എന്തായാലും നന്നായി. എല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. പിന്നീട് നമ്മൾ തന്റെ മുമ്പിൽ നടക്കുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ അവനെ തന്നെ തുറച്ചു നോക്കുന്ന യൂജിയാണ് കാണുന്നത്. ഇവനൊരു ഫോൾസ് റാങ്കർ ആവാൻ സാധ്യതയില്ല. ഇതേ സമയം അതിനകത്തുനിന്നും എസൻസ് സ്റ്റോൺ എടുക്കുവാണ് ജിൻഹോ. ബോസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാട്ടോ. വെള്ളം കുടിക്കൂ. നിങ്ങൾ റെസ്റ്റ് എടുക്കുക ബോസ്. ഞാൻ ഈ മണൽ ക്രിസ്റ്റൽസ് എല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് നേരാക്കിക്കോളാം. നിങ്ങൾ റെസ്റ്റ് എടുക്ക്. ഇവനിതെന്ത് പറ്റി? ഇതുവരെ നന്നായിട്ടാണല്ലോ ഇരുന്നേ എന്ന് ചിന്തിക്കുവാണ് ജിനു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഇതെല്ലാം അവിടെ കണ്ടോണ്ടിരിക്കുവാണ് ഡങ്സക്കും ടീമും. പിന്നീട് നമ്മൾ കാണുന്നത് ചെയർമാൻ ഗോ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ജിങ്ചലിനെയാണ്. എനിക്ക് സന്തോഷമുണ്ട് ചെയർമാൻ, ഇപ്പോഴും നിങ്ങൾ ഫുൾ ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് ജിങ്ചൽ പറയുന്നു. ഇല്ല, നിന്റെയൊക്കെ പ്രായത്തിൽ എന്നെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രതിരോധ മേഖലയിൽ നീ ഒരുപാടധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ജിങ്ചൽ. നീ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ചെയർമാൻ ഗോ അവനോട് പറയുന്നു. പരിശീലനം ഒരിക്കലും റാങ്കിനെ ഉയർത്തില്ല, പക്ഷേ നമ്മുടെ സ്കില്ലിനെ വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും. ഒരാൾ ഹണ്ടിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ശക്തി മാത്രം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ശരീരവും ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിച്ച പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്നാൽ എന്റെയൊക്കെ ചെറുപ്പത്തില് ആരും ബുദ്ധി ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഒരു ഹണ്ടർ എപ്പോഴും വീര്യത്തോടെയും വിവേകത്തോടെയും ഇരിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് ഡെൻസക്കും സംഘവും ഇവിടെ അടുത്തോട്ട് വരുന്നതാണ്. അവര് വിചാരിച്ചിരിക്കുന്നത് ഈ വലിയ സ്പൈഡർ മരിക്കാൻ കാരണം യൂജിയുടെ ആർമർ ആണെന്നാണ്. ഒരു ഡി റാങ്ക് 100 കൈ കൊണ്ട് മരിക്കാനുള്ള ശക്തി ഇതിനുണ്ടായിരുന്നുള്ളൂ. യൂജിനോ, നിന്റെ ഈ വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ള ഗിയർ എന്നെ ഒരുപാടധികം ഇംപ്രസ് ചെയ്തോ. യൂജിൻ കൺസ്ട്രക്ഷന്റെ ഓണർ അല്ലേ നിന്റെ ഡാഡി? ഞാൻ നിനക്കൊരു ചാൻസ് തരാം. ആ യൂജിൻ ഹോ, അവനെ അങ്ങ് കൊന്നേക്ക. നീയും ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളിൽ ഒരാളായി മാറിയേക്ക. എന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാൻ പറ്റൂ. ഈ പയ്യന്റെ സി റാങ്ക് ഗിയേഴ്സ് വളരെയധികം വിലപിടിപ്പുള്ളതാണ്. അത് ഒറിജിനൽ ആണെങ്കിൽ അതുകൊണ്ട് ഒരടി കിട്ടിയാൽ മതി എന്ന് ഡൻസക് ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞതിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെച്ച് മരിക്കും. ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും അത് പുറം ലോകം അറിയില്ല. നിന്നെപ്പോലെ ഒരു ഡി റാങ്കും അവനെപ്പോലെ ഒരു ഇ റാങ്കിനെയും കണ്ട് ഞങ്ങൾ പേടിക്കുമെന്നും വിചാരിക്കണ്ട. സോ ഇത് കേട്ട് വേറെ വഴിയില്ലാതെ യൂജി ജിൻഹുവിന്റെ മുമ്പിലോട്ട് പോകുന്നു. അവനിപ്പോ കൊല്ലോടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവന്റെ മുമ്പിൽ ചെന്ന് തിരിഞ്ഞു നിൽക്കുന്നത്. സോ എന്നെ കൊന്നിട്ടേ അവന്റെ മേൽ തൊടാൻ ഞാൻ സമ്മതിക്കൂ എന്നൊരു സ്കീമിൽ നിൽക്കുവാണ് യൂജി. നിങ്ങൾ ഇതിനു മുൻപ് മനുഷ്യരെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഡെൻസക്കും സംഘവും അവരുടെ മുമ്പിലോട്ട് വരുന്നു. പെട്ടെന്നതാ അർജന്റ് ക്യൂസ്റ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ആദ്യം നമുക്ക് ശക്തിയില്ലാത്തവരെ അങ്ങ് തീർത്തു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ അവർ ജിൻഹുവിനെ അറ്റാക്ക് ചെയ്യുന്നു. തെറിച്ചു പോയി വീണ ജിൻഹുവിനെ നോക്കി നിൽക്കുവാണ് യൂജി. പിന്നീട് നമ്മൾ കാണുന്നത് 3 ലേഡീസിനെയാണ്. അവർ 3 പേരും ഹണ്ടേഴ്സ് ആണ്. അതിൽ വൈറ്റ് കളർ ഷർട്ട് ഇട്ട ആളുടെ പേരാണ് ഹിജി. വൈറ്റ് ടൈഗർ ഗിൽസ് ടീം ഈയിടെയായിട്ട് എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, എപ്പോഴത്തെയും പോലെ തന്നെ എന്ന് ഹിജിയും പറയുന്നു. അതൊക്കെ പോട്ടെ, ഹണ്ടേഴ്സ് ഗിൽഡ് ജിൻഹായുടെ കഥ എന്തായി? ഞങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണ സാധനങ്ങൾ മാത്രം. നിങ്ങൾ മിസ് ചായ വെച്ച് എ റാങ്ക് ഡഞ്ചനിൽ ട്രെയിനിങ്ങിന് പോയെന്ന് കേട്ടല്ലോ, അതെന്തായി? അതിനെപ്പറ്റി പറയുവാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ്. ഞങ്ങളെല്ലാവരും എ റാങ്ക് ബീസ്റ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നതാ. എന്നാ അവര് അതിനെ ഒറ്റ ഫ്ലാഷ് കൊണ്ടാ ഇല്ലാതാക്കിയേ. അതൊക്കെ വളരെ നിസ്സാരം എന്നുള്ള രീതിയിലാ അവര് ചെയ്യുന്നേ. അത് കണ്ട് കീഹുൻ വാ പൊളിച്ച് നിൽക്കുന്നത് നീ കാണേണ്ടതായിരുന്നു. കാരണം അവരാണ് അടുത്ത സ്ട്രൈക്ക് ടീം ക്യാപ്റ്റൻ ആവണോ എന്ന് വിചാരിച്ചിരുന്നത്. അതുപോട്ടെ, നിങ്ങളുടെ ഗിൽറ്റില് ചൂൾ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അവർക്ക് എന്ത് പറ്റി? അവരത്ര മോശമായിട്ടുള്ള ആളോ ഒന്നുമല്ല എന്ന് ഹീജിയും പറയുന്നു. അതെങ്ങനെയുണ്ടായാലും ഞങ്ങൾ എല്ലാത്തിനും ഭാഗ്യം എന്നാ പറയുന്നത്. ഹണ്ടേഴ്സ് ഗിൽഡ് പിന്നെ വൈറ്റ് ടൈഗർ ഗിൽഡ് ഇവരെല്ലാം വലിയ സ്ഥാനത്താണ് നിൽക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള പല സ്ഥലങ്ങളെയും പറ്റി ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രാവശ്യം എല്ലാ ടീമിന്റെയും കൂടെ പോകുന്ന 1-2 പേർ മരിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്ട്രൈക്ക് ചെയ്യും എന്നൊക്കെ അവരവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് താഴെ കടക്കുന്ന ജിൻഹുവിനെയാണ്. യു ജിൻഹു, അവൻ മരിച്ചുപോയി. ഇല്ല, അതിന് സാധ്യതയില്ല. ഞാൻ എങ്ങനെയാ ഇത് മറന്നേ? ഏറ്റവും അനുയോജ്യമായവരുടെ അതിജീവനം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആക്രമവും വഞ്ചനയും ക്രൂരതയുമുള്ള ഒരു ലോകം. എങ്ങനെയാ ഞാനിത് മറന്നേ? ഇതിനു മുൻപ് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു.
ഒന്നും ശ്രദ്ധിക്കാതെ ഒന്നിനും പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ശത്രുക്കളെ, ഈ സിസ്റ്റം എന്നോട് കൊല്ലാൻ പറയുക. ഏതോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത്. ഇത് കോയിൻസിഡൻസും അല്ല, ചാരിറ്റിയും അല്ല. ഈ സിസ്റ്റം ഞാൻ ജീവനോടെ ഇരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേക്കുവാണ് ജിൻഹു. ഓ, ഇപ്പോഴും അവൻ ജീവനോടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ വേറെ വഴിയില്ല. ഈ സിസ്റ്റം എന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഞാനും അതിന് നിന്ന് കൊടുക്കണം. സോ അവർക്ക് നേരെ നടന്നു വരുന്ന ഇവനെ കണ്ട് അവരെല്ലാവരും ചിരിക്കുവാണ്. ഞാൻ മറന്നുപോയി, ശക്തിയില്ലാത്തവരെയാ ഇവർ ആദ്യം തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങളും മനസ്സിലാക്കിയിരിക്കും. ഹേയ്, നീ എന്താ ഈ പറയുന്നേ? ഏതെങ്ങനെ വർക്ക് ചെയ്യുമെന്നാ? ശരിക്കും നിങ്ങൾ ഒരു ഹണ്ടർ ആണെങ്കിൽ ആ ഹണ്ടേഴ്സിനെ തന്നെ വേട്ടയാടാൻ വന്ന ആ ഹണ്ടറിനെ കാണ്. ഇത് കേട്ട് എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. മിസ്റ്റർ ഡങ്സക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരു ഹണ്ടർ അവന്റെ അടുത്തോട്ട് വരുന്നു. ഇങ്ങോട്ട് നോക്ക് ചക്ക, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആദ്യം നീ അത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിന്നെപ്പോലെ ഒരു ഹീറാങ്ക് ഹണ്ടറിനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തൊരു എന്താ ഇവിടെ നടക്കുന്നേ? ആ വെപ്പൺ അത് എപ്പോഴാ അവനെടുത്തേ? അതെവിടെയാ അവനെ ഒളിപ്പിച്ചു വെച്ചേ? അതൊക്കെ പോട്ടെ, ആ കിടക്കുന്നവൻ ഒരു ഡി റാങ്കറാണ്. ഒരു ഇ റാങ്കറെ കൊണ്ട് എങ്ങനെ അവനെ കൊല്ലാൻ സാധിക്കും? ഞാനിപ്പോ ഒരാളെ കൊന്നു. എന്തൊക്കെ പറഞ്ഞാലും, ഈ സിസ്റ്റം പറയുന്നത് പോലെ ചെയ്താലും ഞാനിപ്പോ ഒരു മനുഷ്യനെ കൊന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ. എന്നെ കൊണ്ട് പിന്മാറാൻ സാധിക്കില്ല. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ട് ചാവട എന്ന് പറയുവാണ് മറ്റു ഹണ്ടേഴ്സ്. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് ഒരു വലിയ ഫൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. സോ ഈ ഫൈറ്റിനിടയ്ക്ക് ഒരു മ്യൂസിക് വരുന്നുണ്ട്. എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഈ ഫൈറ്റ് നമ്മളെ ഇൻസ്റ്റയിൽ റിയൽ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവൻ സ്ട്രോങ് ആയി. ആ ഡഞ്ചൻ ബോസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ അവനിപ്പോ ഒരുപാട് സ്ട്രോങ് ആയി എന്ന് യുജി പറയുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ എന്റെ ടീമിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയോ? അപ്പൊ അവന്റെ ശക്തിയെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാനും ഒരു സി റാങ്കർ ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവരെ പോലെ നീ എന്നെ കാണരുത്. എന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. ഇവൻ വേണമെങ്കിൽ ഒരു മോൺസ്റ്റർ ആയിരിക്കും. ഒരു സി റാങ്ക് ബോസിനെയും 5 ഫൈറ്റേഴ്സിനെയും ഇല്ലാതാക്കി. അവന്റെ സ്പീഡിലാണ് അവന്റെ ടെക്നിക്സ് ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ടെക്നിക് യൂസ് ചെയ്തേ പറ്റൂ. അവന്റെ സ്വോർഡ് എന്നെ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവന്റെ മുൻപിലോട്ട് ചാടുവാണ് ഡങ്സക്. എന്നാൽ വളരെ പെട്ടെന്ന് ജിൻഹു അവന്റെ മുൻപിലെത്തുന്നു. നോക്കും മിസ്റ്റർ ഹോങ്, നിങ്ങൾ വളരെയധികം പവർഫുൾ ആണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബാഡ് ന്യൂസ് തരാൻ പോവാ. ഞാൻ ഇപ്പോഴും എന്റെ ലെവൽ കൂട്ടിക്കൊണ്ടേയിരിക്കുവാണ്. എന്താ ഇവിടെ ഉണ്ടായേ? എന്നെ താഴേട്ട് ഒരു പാറ്റയെ പോലെ ഞെരുക്കുവാണല്ലോ. ഇവൻ ഒരു ഇ റാങ്കർ ആയിരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല. ഹേയ്, വേണ്ട നിൽക്ക്. നിനക്ക് ഞാൻ എല്ലാം തരാം. ഇവിടെയുള്ള എല്ലാ സ്റ്റോൺസും നീ എടുത്തോ. അതിന് വേണമെങ്കിൽ അതിന്റെ ഇരട്ടി ഞാൻ തരാം. എന്നെ വെറുതെ വിട്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. 3 പ്രാവശ്യം നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. ഡഞ്ചന്റെ അകത്ത് എന്ത് സംഭവിച്ചാലും പുറം ലോകം അറിയില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? നിന്റെ കഥ ഇവിടെ വെച്ച് എന്നെ തീർക്കും. നീ എന്തീ ചെയ്യുന്നേ? എന്റെ ബ്രദർ ആരാ? മിഷൻ കംപ്ലീറ്റ്. പെട്ടെന്ന് തന്നെ ആ ഡഞ്ചൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങുന്നു. പുറത്തു വന്ന അവർ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അകത്തു പോയ സി റാങ്കേഴ്സ് എല്ലാവരും മരിച്ചു. ഒരു ഇ റാങ്കും ഒരു ഡി റാങ്കും അവർ മാത്രമാണ് പുറത്തോട്ട് വന്നേ. അതെ, അതാണ് സത്യം എന്ന് യുജി പറയുന്നു. ഇത് കേട്ട് യുജിയെ സംശയത്തോടെ നോക്കുവാണ് അവർ. നീ ഇട്ടിരിക്കുന്ന ഈ ഗിയർ മായ കമ്പനിയുടെ കാലിയൻ ലംഗസ് കോഡല്ലേ? കൊള്ളാലോ, ഇത് കാണാൻ തന്നെ മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് റിവാർഡ്സ് ഒന്നും കിട്ടിയില്ല. ഇത് കാരണം എല്ലാ എബിലിറ്റീസും പകുതിയായിട്ട് മാറും. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഗിയർ ആണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതെന്നാണ്. നിങ്ങളിപ്പോ ഈ റാങ്കിനെയും രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് യുജിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ചെയ്യാൻ വന്ന ലേഡി. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവർ അവിടെ നിന്നും പോകുന്നു. ബോസ്, നിങ്ങൾ ശരിക്കും ഒരു വലിയ ആളാണ് എന്ന് യുജി ജിൻഹുവിനോട് പറയുന്നു. പെട്ടെന്ന് അവിടെ മഴ പെയ്യുവാണ്. ഏയ്, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് യുജി ജിൻഹുവിനോട് ചോദിക്കുന്നു. ഏയ് ഇല്ല, അവൾക്ക് ആ കൊട കൊടുത്തത് എന്തായാലും നന്നായി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബിൽഡിംഗിൽ നിന്നും സൂര്യാസ്തമയം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മസിൽ മേനെയാണ്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ അതുവരേക്കും ബൈ.